ഹലോ നമസ്കാരം കൂട്ടുകാരെ, SCERTയുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് റിവിഷൻ എന്ന് പറയുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. എന്താണ്, യൂണിവേഴ്സിറ്റി LGSുമായി ബന്ധപ്പെട്ട് ഒരു 40 ഡേയ്സ് ചലഞ്ച് ചെയ്തിരുന്നു. സെയിം സിലബസ് തന്നെയാണ് നമുക്ക് ഈ LGSനുള്ളത്. അതുപോലെ തന്നെ LDക്കും അതുപോലെ LP UP പോലുള്ള എക്സാംസിനും SCERTയുടെ പ്രാധാന്യം വളരെയേറെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ LGSനുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പം SCERTയിൽ കവർ ചെയ്ത് പോകുന്നത്. നമ്മൾ പഠിച്ച അതേ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ്. അല്ലാതെയുള്ള പാഠഭാഗങ്ങൾ, അതായത് LDക്കും LP UPക്കും വരുന്ന SCERTയുടെ പാഠഭാഗങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിലവിലിപ്പം 3 കാറ്റഗറീസിനും എന്ത് വേണം, ഈ SCERT പാഠഭാഗങ്ങൾ പഠിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ പാഠഭാഗങ്ങൾ പഠിച്ചു പോവേണ്ടതാണ്. ഏതൊക്കെയാണ്? LGS, LDC അതുപോലെ LP UP എക്സാംസ് എഴുതുന്ന എല്ലാ ആളുകളും, അതുപോലെ CPO WCPO പോലുള്ള എക്സാം എഴുതുന്ന ആളുകൾക്കും ഈ ചാപ്റ്റേഴ്സ് വളരെയേറെ പ്രയോജനപ്പെടും. തീർച്ചയായിട്ടും ഇത് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമാണ്, ഇന്ത്യ പുതുയുഗത്തിലേക്ക്. വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. നമുക്ക് സതി നിരോധിക്കുക എന്നത് എന്താണ്, നവോത്ഥാനത്തിലെ ഒരു തുടക്കം തന്നെയാണ് അല്ലേ. ആണല്ലോ. അപ്പോൾ അതൊരു ടേണിംഗ് പോയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഒരു ബെൻഡാണ്. അപ്പോൾ ഇത് സതി നിരോധിച്ചത് ആരാണ്? വില്യം ബെൻഡിക് ആണ്. ഓക്കെ, അതൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരിക്കലും മറന്നു പോവില്ല, വില്യം ബെൻഡിക് ആണ് സതി നിരോധിച്ചത്. സതി നിരോധനം എന്നത് ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു, ഒരു ബെൻഡായിരുന്നു എന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ സതി നിരോധിച്ചത് ആരാണ്? വില്യം ബെൻഡിക് പ്രഭുവാണ്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭുവാണ്. സതി നിരോധനത്തിന് ബെൻഡിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച ഇന്ത്യൻ നവോത്ഥാന നായകനാണ് രാജാ റാം മോഹൻ റോയ്. അപ്പോൾ സതി നിരോധനത്തിന് ബെൻഡിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച ഇന്ത്യൻ നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? രാജാ റാം മോഹൻ റോയ് ആണ്. സതി നിരോധനം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക ആരെയാണ്? രാജാ റാം മോഹൻ റോയെയാണ് അല്ലേ. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? ബ്രഹ്മസമാജം രൂപീകരിച്ചത് രാജാ റാം മോഹൻ റോയ്. ആരാണ്? രാജാ റാം മോഹൻ റോയ്. 1828 ബ്രഹ്മസമാജം രൂപീകരിച്ചത് രാജാ റാം മോഹൻ റോയ് ആണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം. ആരുടെ വാക്കുകളാണ്? രാജാ റാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം. ആരുടെ വാക്കുകളാണ്? രാജാ റാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാ റാം മോഹൻ റോയ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. ഒട്ടനവധി എക്സാംസിന് ഈ ഒരു പോയിന്റ് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വയ്ക്കുക. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർക്കാൻ ആര്യസമാജം എന്ന സംഘടന രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ ആര്യസമാജം രൂപീകരിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. എന്തായിരുന്നു അതിൻ്റെ അജണ്ട? ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർക്കുക. ഇതിനുവേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ആര്യസമാജം. ആര് രൂപീകരിച്ചു? സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്തത്, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിന് വാദിച്ച നവോത്ഥാന നായകരാണ് ജ്യോതിറാവ് ഫുലെ. ഇതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട്. എന്താണ്? 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിന് വാദിച്ച നവോത്ഥാന നായകനാണ് ജ്യോതിറാവ് ഫുലെ. ഒക്കെ ജ്യോതി ഉദിക്കാനായിട്ട് അല്ലേ, കുട്ടികളിൽ ജ്യോതി ഉദിക്കാനായിട്ട്. ജ്യോതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് വിചാരിക്കാം? വിദ്യാഭ്യാസം അല്ലേ. അതിനു വേണ്ടി വാദിച്ച നവോത്ഥാന നായകൻ ആരാണ്? ജ്യോതിറാവ് ഫുലെ. കണക്ട് ചെയ്യുക. അടുത്ത പോയിന്റ്, സത്യശോധക് സമാജ് രൂപീകരിച്ചത് ജ്യോതിറാവ് ഫുലെയാണ് അല്ലേ. നല്ല വിദ്യാഭ്യാസം എല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ സത്യം മാത്രമേ പറയൂ അല്ലേ. നല്ലത്, നന്മയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സത്യം
ആരുമായിട്ട് കണക്ട് ചെയ്യുക? ജ്യോതിറാവ് ഫുലെയായിട്ട് കണക്ട് ചെയ്യുക. സത്യശോധക് സമാജ് രൂപീകരിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫുലെ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ, ശാരദാ സദൻ എന്നിവ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ, ശാരദാ സദൻ എന്നിവ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഈ ചാപ്റ്ററിൽ മിക്ക പോയിന്റ്സ് എന്ത് തന്നെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വരി പോലും വിടാതെ പഠിക്കാം. ഓക്കെ. അപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ, ശാരദാ സദൻ എന്നിവ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് പിൽക്കാലത്ത് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറി. ഇത് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാനാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. അത് പിൽക്കാലത്ത് എന്തായി മാറി? അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറി. പിൽക്കാലത്ത് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറി. ഏത്? മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ്. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത്, മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. ആരുടെ വാക്കുകൾ? സർ സയ്യദ് അഹമ്മദ് ഖാൻ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. ആരുടെ വാക്കുകൾ? സർ സയ്യദ് അഹമ്മദ് ഖാൻ. നോക്കൂ, കോട്ട്സൊക്കെ നമ്മൾ എന്തായാലും അത്രയും ഇമ്പോർട്ടൻ്റ് നൽകി പഠിക്കണം. കാരണം ആൾ മാറിപ്പോവരുത്. പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. നമ്മൾ കോട്ട്സ് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുക. ഓക്കെ. അപ്പോൾ അടുത്തൊരു കോട്ടാണ് നോക്കാം. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ആരുടെ വാക്കുകൾ? വിവേകാനന്ദൻ. നോക്കാം എന്താണ് പറയുന്നത്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ആരുടെ വാക്കുകൾ? വിവേകാനന്ദൻ. ഇതുപോലെ നമ്മൾ പറഞ്ഞാണ് ജാതി അല്ലേ? ജാതി സമ്പ്രദായം ആരായിരുന്നു അത് പറഞ്ഞത്? രാജാ റാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞത് രാജാ റാം മോഹൻ റോയ് ആണ്. എന്നാൽ മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് ആരാണ്? വിവേകാനന്ദനാണ്. ഓക്കെ, നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത പോയിന്റ്, സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് ആര്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. അപ്പോൾ നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. 1897 വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത നവോത്ഥാന നായകനാണ് വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത നവോത്ഥാന നായകൻ സ്വാമി വിവേകാനന്ദൻ. അടുത്ത എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC രൂപീകൃതമായത് 1885 ഡിസംബർ 28. INC രൂപീകൃതമായത് 1885 ഡിസംബർ 28. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ് സംസ്കൃത കോളേജിൽ വെച്ചാണ് ഈ രൂപീകൃത സമ്മേളനം നടന്നത് അല്ലേ? INCയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. INCയുടെ ആദ്യ അധ്യക്ഷൻ WC ബാനർജി. INCയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം 72. INCയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72. INC രൂപീകരണ സമയത്ത് അതിന് മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരനാണ് AO ഹ്യൂം. INCയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരൻ ആരാണ്? AO ഹ്യൂമാണ്. ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളിയാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആരുടെ വാക്കുകളാണ്? WC ബാനർജി. ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആരുടെ വാക്കുകൾ? WC ബാനർജി. മിതവാദ
ദേശീയതയുടെ കാലഘട്ടമാണ് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം. മിതവാദ ദേശീയതയുടെ കാലഘട്ടം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റ്സുമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം മിതവാദ ദേശീയതയുടെ കാലഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്? INC രൂപീകൃതമായത് 1885 ആ കാലഘട്ടം മുതൽ 1905 വരെ. എന്താണ് അതിൻ്റെ പ്രത്യേകത? 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്, അല്ലേ? ബംഗാൾ വിഭജനം നടക്കുന്നത്. അതുവരെയുള്ള കാലഘട്ടം മിതവാദി ദേശീയതയുടെ കാലഘട്ടമായിരുന്നു. ഓക്കെ, അടുത്തത് മിതവാദികളായ ദേശീയ നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവർ. മിതവാദികളായ ദേശീയ നേതാക്കൾ ആരെല്ലാമായിരുന്നു? ദാദാഭായ് നവറോജി, ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. ഒന്നുകൂടെ, ദാദാഭായ് നവറോജി, ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവർ മിതവാദികളായ ദേശീയ നേതാക്കളായിരുന്നു. ചോർച്ച സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു റിസ്ലെ. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആരായിരുന്നു? റിസ്ലെ ആയിരുന്നു. നോക്കൂ, ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് പറയാനുള്ളത് എന്താണ്? ചോർച്ച സിദ്ധാന്തം, ചോർച്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഉള്ളതങ്ങ് ഒഴുകിപ്പോവുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കൊള്ളയടിച്ച് ബ്രിട്ടനിലോട്ട് കൊണ്ടുപോയി, അല്ലേ? അതാണ് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തത്തിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞു എന്താണ്? 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു ആര്? റിസ്ലെ. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ഏതാണ് വർഷം? 1905. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്ത് വരാം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ബ്രഹ്മസമാജം രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയാണ്. 1828. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം. ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർക്കാൻ ആര്യ സമാജം എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിന് വാദിച്ച നവോത്ഥാന നായകനാണ് ജ്യോതിറാവു ഫുലെ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ കണക്ട് ചെയ്തത്? വിദ്യാഭ്യാസം ജ്യോതിയാണ്. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആരാണ്? ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജ്, അല്ലേ? വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ സത്യം പറയാൻ തുടങ്ങുക. അപ്പോൾ ജ്യോതിറാവു ഫുലെ. അപ്പോൾ നമ്മൾ ഈ ജ്യോതി, സത്യം, അതുപോലെ വിദ്യാഭ്യാസം ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിന് വാദിച്ച നവോത്ഥാന നായകനാണ് ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജ് രൂപീകരിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിളാ സഭ, ശാരദാ സദൻ എന്നിവ സ്ഥാപിച്ചത് പണ്ഡിത രമാബായാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. അത് പിൽക്കാലത്ത് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറി. എന്തായി മാറി? അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറി. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് സർ സയ്യദ് അഹമ്മദ് ഖാനായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. ആരുടെ വാക്കുകളാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ആരുടെ വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? വിവേകാനന്ദനാണ്. ഏത് വർഷമാണ്? 1897. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത നവോത്ഥാന നായകനാണ് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28. ബോംബെയിലെ ഗോകുലദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചായിരുന്നു ആദ്യ സമ്മേളനം. INCയുടെ ആദ്യ അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. INCയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. INC രൂപീകരണത്തിന് മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരനാണ് AO ഹ്യൂം. ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആരുടെ വാക്കുകളാണ്? WC ബാനർജി. മിതവാദി ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ്.
മിതവാദികളായ ദേശീയ നേതാക്കളാണ് ദാദാഭായ് നവറോജി, ഗോഖലെ, ബദറുദ്ദീൻ ദിയാബ്ജി, ഫിറോസ് ഷാ മെഹ്ത. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജിയാണ്. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറിയായിരുന്നു റിസ്ലെ. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. 1905 നോക്കാം അടുത്ത പോയിന്റ്. ഇന്ത്യയിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം തുടങ്ങുന്നത് 1905 ബംഗാൾ വിഭജനത്തെ തുടർന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞു മിതവാദ ദേശീയതയുടെ കാലഘട്ടം 1885 to 1905 പറഞ്ഞിരുന്നു അല്ലേ. അതിനുശേഷം നടന്നത് എന്തായിരുന്നു? തീവ്ര ദേശീയതയുടെ കാലഘട്ടമായിരുന്നു. തീവ്ര ദേശീയതയുടെ കാലഘട്ടം. ഇന്ത്യയിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം തുടങ്ങുന്നത് 1905 ബംഗാൾ വിഭജനത്തെ തുടർന്നാണ്. തീവ്ര ദേശീയതയുടെ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. അപ്പോൾ ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് എന്താണ്? സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് 1906 ധാക്കയിലാണ്. സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് 1906 ധാക്കയിലാണ്. സ്ഥാപിച്ചത് ആരെല്ലാമാണ്? അഗാഖാൻ, നവാബ് സലീമുള്ള ഖാൻ. അഗാഖാൻ, നവാബ് സലീമുള്ള ഖാൻ. INCയിൽ മിതവാദികൾ തീവ്രവാദികൾ തമ്മിലുള്ള പിളർപ്പുണ്ടായത് എന്നാണ്? 1907 സൂററ്റ് പിളർപ്പ് എന്ന് അറിയപ്പെടുന്നു. INCയിൽ മിതവാദികളെന്നും തീവ്രവാദികളെന്നും 2 വിഭാഗങ്ങൾ ഉണ്ടായത് എപ്പോഴാണ്? 1907 സൂററ്റ് സമ്മേളനത്തിലാണ്. അപ്പോൾ സൂററ്റ് സമ്മേളനത്തിൽ 1907 INCയിൽ മിതവാദികളെന്നും തീവ്രവാദികളെന്നും എങ്ങനെ 2 വിഭാഗങ്ങളുണ്ടായി. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരാണ് ബാലഗംഗാധര തിലകും ആനി ബസന്റും. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരാണ് ബാലഗംഗാധര തിലകും ആനി ബസന്റും. 1916 ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് 1893 ഈ വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറയാവോ? എന്തായിരുന്നു? സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏത് വർഷമാണ്? 1893 അല്ലേ. അപ്പോൾ ആ ഒരു വർഷത്തിലാണ് ആനി ബസന്റ് എന്ത് സ്വീകരിച്ചത്? ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്. അപ്പോൾ ആനി ബസന്റ് ഐറിഷ് വനിതയാണ്. ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് 1893. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916. മിതവാദികൾ തീവ്രവാദികൾ യോജിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. ഇതാണ് 1916 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിക്കുന്നു. 2, ലക്നൗ സമ്മേളനം അല്ലേ. മിതവാദികളും തീവ്രവാദികളും യോജിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. ഓക്കെ, അപ്പോൾ ഈ ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അന്ന് ആരായിരുന്നു? AC മജുംദാർ ആയിരുന്നു അല്ലേ. AC മജുംദാർ ആയിരുന്നു എന്നൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? ഒന്ന് റിവൈസ് ചെയ്താലോ? നോക്കാം. ഇന്ത്യയിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം തുടങ്ങുന്നത് 1905 ബംഗാൾ വിഭജനത്തെ തുടർന്നാണ്. തീവ്ര ദേശീയതയുടെ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് 1906 ധാക്കയിലാണ്. അഗാഖാനും നവാബ് സലീമുള്ള ഖാനുമാണ് ഇതിൻ്റെ സ്ഥാപകർ. INCയിൽ മിതവാദികൾ തീവ്രവാദികൾ അങ്ങനെ പിളർപ്പുണ്ടായത് 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ചാണ്. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരാണ് ബാലഗംഗാധര തിലകും ആനി ബസന്റും. ഐറിഷ് വനിതയായ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് 1893. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് 1916. മിതവാദികളെന്നും തീവ്രവാദികളും യോജിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1916 ലക്നൗ സമ്മേളനമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് തന്നെ കരുതുകയാണ്. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിച്ചു പോകാനായിട്ട് കഴിയുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്